ഞങ്ങളൊരു പുതിയ യാത്രയിലാണ്. ന്യൂ ഇയർ ആയിട്ടുള്ള രണ്ടാമത്തെ യാത്ര. പനവേലെത്തിയപ്പോൾ നമ്മളുടെ ടീം ഇവിടെ ഉണ്ട്. ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്, താനെ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഗരീബ്രത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അടുത്താണ് AMK ട്രക്ക് കേരളത്തിലെ കുറച്ച് ഫേമസ് ആയത്. നമ്മളുടെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ AMK ട്രക്കിന് പോയ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്നാൽ പിന്നെ പറവകളെയും കൂട്ടി നമുക്കും പോയി കളയാമെന്ന് ഞാനും മനുഷ്യയും കൂടി തീരുമാനിക്കുകയായിരുന്നു. മുംബൈ വരെ ഞങ്ങൾ ഗരീബ്രത്തിൽ പോയി. താനയിലിറങ്ങി നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ കുഞ്ച് വിഹാർ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അടുത്ത ട്രെയിന് കസാരയിലേക്ക് ഉച്ചയ്ക്ക് 1:30-ക്കാണ്. കസാര എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനാണ് സബർബൻ പോകുന്ന വെസ്റ്റേൺ റെയിൽവേയിലുള്ള. ഓക്കെ, അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നു. കസാരയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു വണ്ടി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ചുവിഹാറിലൊരു ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ട്രഡീഷണൽ മഹാരാഷ്ട്രീയൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. സാബൂൻദാന വട, സാബൂൻദാനയുടെ പല ഡിഷസ്, മാവ്, പിന്നെ ഞങ്ങൾ നല്ല സാധാരണ ദോശ, ചാറ്റ്, പിന്നെ പാവ് ഭാജി, വടാപ്പാവ്, ഇതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. ശേഷം സബർബൻ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങളുടെ സംഘം കസാരയിലേക്ക് പോവുകയാണ് ചെയ്തത്. കസാരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ധ്യാനേശ്വർ എന്ന് പറയുന്ന ഡ്രൈവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. 11 പേരും ഒറ്റ വണ്ടിയിൽ തന്നെ ഒരുമിച്ച് കസാരയിൽ നിന്ന് പുറപ്പെടുകയാണ് അംബേവാടി അഥവാ ഗാഡ്ഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഗാഡ്ഗറിലാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ. वैसे में 2 साल थे खड़गवास से जनता खड़गवास നമ്മളിവിടെ എത്തി. ഇവിടെ അലങ് മന്നങ് കുലങ് എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ കൽസുബായ് പീക്കിലേക്ക് ഇവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം നമ്മൾ കൽസുബായ് കൂടി എടുക്കാന്നൊക്കെയാണ് നമ്മുടെ പ്ലാന്. ചുട്ടി ലുക്കും ഇവിടെ ഒരു പട്ടീനെ പെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ട്രക്കാണ് AMK. നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. അംബേവാടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അംബേവാടിയിൽ തന്നെ അവസാനിക്കുന്നതും, ഗാഡ്ഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അംബേവാടിയിൽ അവസാനിക്കുന്നതും. ഞങ്ങളുടെ ഗൈഡായിട്ടുള്ള ഏക്നാഥിൻ്റെ വീട് ഗാഡ്ഗർ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഗാഡ്ഗറിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 10:30 നിങ്ങൾ മുംബൈയിൽ എത്തുകയാണെങ്കിൽ പനവേലോ താനെയോ ഇറങ്ങി കസാരയിലേക്ക് സബർബൻ എടുത്ത് അവിടെ നിന്നും ഒരു വണ്ടിയിലാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുക. അപ്പോൾ ഇതിനൊക്കെയുള്ള സമയം കണക്കാക്കി നിങ്ങൾ പെട്ടെന്ന് തന്നെ വഴിയിലൊന്നും അധികം നിർത്തി കളിക്കാതെ ഈ സ്ഥലത്തേക്ക് വെച്ചു. നാളെ ഞങ്ങൾക്ക് കയറാനുള്ള മലയാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇങ്ങനെ എഴുതൊരു ഐഡിയ ഇല്ല. നമ്മളിവിടെ എത്താനായി. നല്ല അടിപൊളി ചെല്ലാം തണുപ്പൊക്കെ ഉണ്ട്.
ചെയ്യുമ്പോഴത് നമ്മളിവിടെ എത്തി. ഹായ് ബ്രദേഴ്സ്, നമ്മളിവിടെ എത്തി. ഇവിടെ ഒരു ഡാം വേണ്ടി നമ്മൾ ഡ്രൈവർ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഇത് ആക്ച്വലി ഭയങ്കര മുകളിലാണ് ഈ സ്ഥലം തന്നെ ഉള്ളത്. പക്ഷെ ഇവിടെ വന്നിട്ടാവുമ്പോൾ ഹായ് കണ്ടോ, ഇവിടെ ഒരു ഡാം ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റിലാണുള്ളത്. ഇവിടെ നോക്കിയേ, വേറൊരു പീക്ക്. നമ്മളിവിടെയാണുള്ളത്. ആക്ച്വലി നമ്മൾ ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ. ഇവിടെ ഒരു ഡാമും റിസർവോയറും ഒക്കെ ഉണ്ട്. സൺസെറ്റൊക്കെ കഴിഞ്ഞു. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. സമയം 8:23 ഉമ്മാരെല്ലാം മുകളിലാണ് വരുന്നത്, ഞങ്ങളെല്ലാം താഴെയാണ്. ഇവിടെ ടീമെല്ലാം ഇവിടെ ടെൻ്റ് ഉണ്ട് നമുക്ക്. ഇവിടെയാണ് നമ്മൾ ഉറങ്ങുന്നത്. ഏകനാഥിൻ്റെ വീടാണിത്. നല്ല അടിപൊളിയാണ് ഇവിടെ. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ തമിഴിലൊക്കെ കാണുന്ന പോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കേണ്ടിരുന്നവർ ഒക്കെ കഴിഞ്ഞു. തീയൊക്കെ അണച്ചു. ഓക്കെ, അപ്പൊ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഇറ്റബായി ലക്ഷ്മൺ ഖാങ്കർ ഗാങ്കഡ് എന്നാണ് കേട്ടോ പേര്. മറാത്തിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ നയ പെയിന്റ് ചെയ്യാം ഹേനാ. ഇവരുടെ വീട്ടിൽ ഇവര് അരിയും ഭക്ഷണമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കാണിച്ചു തരാം ഞങ്ങള്. ഇങ്ങനത്തെ ഇരുമ്പിന്റെ വലിയ ഇതിലാണ്. ഇതൊക്കെ ഫുൾ അരിയാണ്. ये कितना साल के लिए? 3 साल 4 साल बहुत दिन हो जाएगा ना. അതേപോലെ ഇവരുടെ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് കണ്ടോ, ഇങ്ങനെ വലിയ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ഫുൾ പാത്രങ്ങൾ ഇങ്ങനെ ഫുൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിയാനോ ഒക്കെ ഉണ്ട്. ഇവിടെ ആരാ പിയാനോ വായിക്കുന്നേ? कीबोर्ड कोई करेगा ये? हाँ, मुलगा है आमचा. आप करेगा? करो ना. मला नाही येत. और किसका है ये? मुलगा आहे ना आमचा, गेलात बसायला. ഇതാക്കിക്കൊണ്ടിരിക്കരുത്. ഇതിന്റെ മച്ചൊക്കെ നോക്കിയേ. ടെറസൊന്നുമില്ല, പക്ഷെ അവരിവിടെ സാധനം. അതേപോലെ ഇവിടെ ഇവര് അരി നെല്ലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ റൂമില്. ഉണ്ടോ, ഈ കവറിട്ട് മൂടിയിരിക്കുന്നതൊക്കെ നെല്ലാണ്. ഇവരിപ്പോ കൃഷി ഇവർക്കായിട്ട് തന്നെ ചെയ്യലായിരിക്കും. आपको अभी छोटो से क्या बुलाएंगे? आपको अब बैठो ना. नो, आपका नाम है ना एकदम बड़ा है. वो छोटा से क्या बुलाएंगे आपको? समजत नाही मला बात. नो, अभी अम्मी बुलाएंगे और दीदी. हाँ, सांगा ते वाजून चांगलं एकच गाणं वाजून दाखवलं. ഇവിടെ ഒരു കുട്ടിയുണ്ട്. അവന് ഞങ്ങൾക്ക് വേണ്ടി പിയാനോ, അവന്റെ പിയാനോ ഞങ്ങൾ കണ്ടപ്പോൾ എന്നോട് വായിക്കാൻ പാടാവും പിയാനോ. आपने सीखा है? എല്ലാരും വെച്ചിട്ട് എല്ലാരും വിളിച്ചു സിലു, എല്ലാരും വിളിച്ചിരുത്തി ഒന്ന്.
ഇവിടെ ഏകനാഥിൻ്റെ സിസ്റ്ററുടെ വീടാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഈ വീട് ഇങ്ങനെ ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ചിട്ട് പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ആളില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്. അപ്പോൾ അവിടെ ഒരു പിയാനോ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അവരുടെ മോനെ വിളിച്ച് പാട്ടൊക്കെ പാടിപ്പിച്ച് എല്ലാം അടിപൊളിയാക്കി. ഞങ്ങൾ രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ട ശേഷം ഒരു നടക്കാൻ ഇറങ്ങിയതാണ്. ഇത് ഇവിടുത്തെ സ്കൂളാണ്. ഇവിടെ 8ാം ക്ലാസ് വരെയാണുള്ളത്. ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ നെറ്റ്വർക്ക് ഒന്നുമില്ല. റിസർവ് ഫോറസ്റ്റ്. കാഡ്ഗർ എന്ന് പറയുന്നത് റിസർവ് ഫോറസ്റ്റിനുള്ളിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 10-15 വീടൊക്കെ ഉള്ളൂ എന്ന്. എന്തായാലും ഇവിടെ നെറ്റ്വർക്കൊന്നുമില്ല. എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പോൾ കുറച്ച് നെറ്റ്വർക്ക് കിട്ടി. അവിടെ നിന്ന് എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ വിളിച്ച് അറിയിച്ചു ഞങ്ങളിങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത്. ശേഷം ഞങ്ങൾ രാത്രി ഡിന്നറൊക്കെ കഴിച്ച് ആ സമീപ പ്രദേശത്ത് കൂടെ ഒന്ന് നടന്ന് വന്ന് വേഗം തന്നെ കിടന്നുറങ്ങി. കാരണം പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് എണീറ്റ് ഞങ്ങൾക്ക് ട്രക്കിങ്ങിന് റെഡി ആവാനുള്ളതാണ്.